ദിവസം വഴക്ക് കൂടിക്കൂടി വരിക. എനിക്കിപ്പം വീട്ടിൽ പോകാനും തോന്നില്ല, സ്കൂളിൽ വരാനും തോന്നുന്നില്ല. താൻ വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതിൽ നമുക്ക് അധ്യാപകരും കൂട്ടുകാരൊക്കെ ഉള്ളത്. പരിഹാരമല്ല, പോയി ചത്താലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഇന്നലെ ഞാൻ ചെന്നപ്പോഴത്തേക്കും സോഫയിൽ അച്ഛൻ സിഗരറ്റ് വലിച്ച് കിടക്കുക, മുന്നിൽ മദ്യക്കുപ്പി, അതിൻ്റെ ഒപ്പം അമ്മയുടെ കരച്ചിൽ. സാറിനോട് പറയാം, സാറിൻ്റെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാവും. അത് സാർ, എൻ്റെ അച്ഛൻ എപ്പോഴും വീട്ടിൽ മദ്യപാനമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് മോളെ വീട്ടിലെ സാറ് വരാം, അച്ഛനുമായിട്ട് സംസാരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. സാർ, എനിക്കൊരു കാര്യം പറയാം. എന്താണ്? മദ്യപാനവും പുകയിലയും നമ്മുടെ സ്കൂളുകളിൽ കൂടി വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് പറയുന്നു, ഞാൻ പുകയില ഉൽപ്പന്നങ്ങളോ മദ്യമോ ഞാൻ ഇതുവരെയ്ക്കും രുചിച്ച് നോക്കിയിട്ടില്ല. അതുപോലെ നമുക്ക് എല്ലാവർക്കും കഴിയണം. സാർ, ലഹരിക്കെതിരെ നമുക്കൊരു കൗൺസിലിംഗ് ക്ലാസ് എടുത്താലോ? ലഹരിക്കെതിരെ നമുക്ക് കുട്ടികളെ എല്ലാം കൂടി ചേർത്ത് ഒരു പ്രതിജ്ഞ ചെയ്തല്ലോ സാർ. ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ നടത്തിയിട്ട് കാര്യമില്ല. കുട്ടികൾ തന്നെ സ്വയം തീരുമാനിക്കണം, മദ്യം മയക്കുമരുന്ന് നമ്മൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് കുട്ടികളുടെ വേണ്ടത്. മദ്യപിക്കാനാണെങ്കിൽ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ ഞാനത് വേണ്ട എന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രചരിച്ചു എന്ന് കരുതി നമ്മളെ ബാധിക്കണമെന്നില്ല. നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അത് പ്രചരിക്കത്തില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തികൾ നമുക്കൊരിക്കലും അതൊന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അതൊരു ഹാബിറ്റാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ഈ കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റും. അവരെ നമുക്ക് അവരുടെ ജീവിതത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം നമുക്ക് കഴിപ്പിക്കാം. ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ അവർക്ക് പറ്റത്തില്ല. കുറച്ച് നാൾ അവർ ഉപയോഗിക്കാതിരുന്നാലും വീണ്ടും അവർ വേണമെങ്കിൽ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമുക്ക് എങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിപ്പിക്കാതിരിക്കാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ലഹരി വിരുദ്ധ ക്ലബിലെ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. നമുക്കിന്നൊരു ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചാലോ? അതെ സാർ, നല്ലൊരു ഐഡിയ. വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിലെ വിമുക്തി ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നന്ദി കുറിക്കുകയാണ്. അവരെല്ലാം വരുന്ന പുതിയ ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയൂ